ദൃശ്യങ്ങളിൽ നമുക്കൊന്ന് കാണാം. ഇത് വേടൻ ഉപയോഗിച്ച ഒരു പുലിപ്പല്ല്. ആ പുലിപ്പല്ലാണ് ഇപ്പോൾ കേസായി കുരുക്കായി മാറിയിരിക്കുന്നതും ഇതിന്റെ പേരിലാണ് വേടൻ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നതും. ഈ പുലിപ്പല്ല് യഥാർത്ഥത്തിലുള്ള ഒരു പുലിപ്പല്ലാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേടനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഒരു പുലിപ്പല്ല് വേടന്റെ മാലയിൽ കാണാം. ഈ പുലിപ്പല്ല് തനിക്ക് ഒരു സുഹൃത്ത് നൽകിയതാണെന്നും മലേഷ്യയിലുള്ള ഒരു തമിഴ് വംശജനായ സുഹൃത്ത് നൽകിയതാണെന്നും ആ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് നൽകിയ പുലിപ്പല്ല് പിന്നീട് തൃശ്ശൂരിൽ കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊണ്ടുപോയി അത് ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വേടൻ വനംവകുപ്പിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഇതനുസരിച്ചാണ് വേടനെ ഇപ്പോൾ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും കസ്റ്റഡിയിലാക്കിയിരിക്കുന്നതും. ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ്. ഇവിടെ രണ്ട് പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയില്ല, ഇത് സുരേഷ് ഗോപിയാണ് വ്യക്തമാക്കേണ്ടത്. ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ, സ്വർണത്തിൽ കെട്ടിയ പുലിപ്പല്ലു പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. സുഹൃത്തുക്കളെ, സുരേഷ് ഗോപി ചേട്ടനെയും അറസ്റ്റ് ചെയ്യേണ്ടേ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ വേടന്റെ അറസ്റ്റോട് കൂടിയിട്ട് ഇപ്പോൾ സമൂഹത്തിൽ കറങ്ങി തിരിച്ചിട്ട് ആ ബൂമറാങ്ക് വന്നു എടുക്കുന്നത്. എന്തുകൊണ്ടാണ് വേടനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്? എന്തായാലും കഞ്ചാവ് കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്തായാലും അത് വേടൻ ഉപയോഗിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് വേടൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട്, ഞാൻ മദ്യം ഉപയോഗിക്കാറുണ്ട്, മറ്റ് സിന്തറ്റിക് ഡ്രഗുകളിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് വേടൻ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കാര്യം നമുക്ക് അവിടേക്കാണ് മാറ്റിവെക്കാം. എന്തായാലും കഞ്ചാവ് കേസിൽ, ആ ഒരു കുറഞ്ഞ അളവിലുള്ള കഞ്ചാവ് കേസിലല്ല ഇപ്പോൾ വേടൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അത് കഴുത്തിലണിഞ്ഞ ഒരു പുലിമാലയുടെ കേസിലാണ്. ഒരു പുലിപ്പല്ലാണ്, പുലി നഖമാണ്, ഏതോ ഒരെണ്ണമാണ് കഴുത്തിലണിഞ്ഞുകൊണ്ട് ഇവൻ പോയിരുന്നത്. അത് അദ്ദേഹം വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്നു ഒന്നല്ല, ഏതൊരു സുഹൃത്ത്, ഏതൊരു ആരാധകൻ ഒരു പ്രോഗ്രാമിനിടയ്ക്ക്, അതും തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാമിനിടയ്ക്ക് വേടന് കൊടുത്തപ്പോൾ അത് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു ലോക്കറ്റാക്കി തന്റെ മാലയിലിട്ടാണ് വേടൻ പറയുന്നത്. പക്ഷേ അത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ പലരും ഈ നാട്ടിലുണ്ടല്ലോ എന്ന് ചില ആളുകൾക്ക് നല്ല ബോധ്യമായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ കഴുത്തിലുമുണ്ട് ഒരു പുലിപ്പല്ല്. അത് ഒരു പുലിപ്പല്ലല്ല, രണ്ട് പുലിപ്പല്ലാണ് സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കിടക്കുന്നത്. സുരേഷ് ഗോപിയുടെ കഴുത്തിലും പുലിപ്പല്ല് മാല എങ്ങനെ ലഭിച്ചു എന്ന് വെളിവാക്കണം, അല്ലെങ്കിൽ അതൊരു അന്വേഷണം വേണമെന്ന് ANTUC യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ഹാഷിം എന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്പോൾ കേസുമായിട്ട് പോയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്, അല്ലെങ്കിൽ അത് കൊടുക്കേണ്ടത് തന്നെയാണെന്ന് ഇപ്പോൾ തോന്നിപ്പോകുന്നത്. ഇതിന് ആ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഒരു ഹായ് പറയുക മാത്രമാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സുരേഷ് ഗോപിയുടെ നേരെ ഈ ഒരു ആയുധം കറങ്ങി തിരിച്ചു വരാനുള്ള കാരണം? കൃത്യമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും രാഷ്ട്രീയപരമായിട്ട് തന്റെ പാർട്ടിയിലൂടെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേടൻ മാത്രമാണ്. മറ്റുള്ള പാട്ടുകാരെ മുഴുവൻ നോക്കിക്കോളൂ, ചുമ്മാ വന്നിരുന്നിട്ട് അവർ പാടിയ പാട്ടുകൾ, അവർ സിനിമയിൽ പാടിയ പാട്ടുകൾ പാടിപ്പോവുക എന്ന് പറയുന്ന ഒരു കർത്തവ്യം മാത്രമാണ് പല പാട്ടുകാരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അതല്ല, ആ റാപ്പർ അതല്ല. അദ്ദേഹം എഴുതിയ പാട്ടുകൾ, അദ്ദേഹം ട്യൂൺ ചെയ്ത പാട്ടുകളാണ്, അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്ത പാട്ടുകളാണ് നാട്ടുകാർക്ക് മുമ്പിൽ പാടുന്നത്. അങ്ങനെ സ്വതന്ത്രമായൊരു സംഗീതം ഉണ്ടാക്കുകയും ആ സ്വതന്ത്രമായി കവിത ഉണ്ടാക്കുകയും അതിന് ട്യൂൺ ചെയ്യുകയും അത് പാടുകയും ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് മലയാളികൾ അത് ഏറ്റുപാടുകയും ചെയ്യുമ്പോൾ എത്രത്തോളമാണ് വേടെന്ന് പറയുന്ന ആ മനുഷ്യൻ ആളുകൾക്കിടയിൽ അപാരമായിട്ടുള്ള ഇടം ലഭിച്ചത് എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇടം ലഭിച്ച ആ ഒരു മനുഷ്യന് നേരെ ചില ആളുകൾക്കൊക്കെ വലിയ പ്രശ്നമുണ്ട്. കാരണം ഞാൻ പാടാനല്ല, പറയാനല്ല, ഇനി നിങ്ങൾ വേറെ വല്ല മുന്തിയ ജാതി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന മനുഷ്യൻ കൂടിയാണ് വേടെന്ന് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ടും ഇപ്പോൾ നിലവിലുള്ള ജാതി സമവാക്യങ്ങൾ കൃത്യമായിട്ടും തെറി പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിലൊക്കെ ഇദ്ദേഹം പാട്ടുപാടി രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തിനേറെ പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെ സിനിമ ഇറങ്ങിയ സമയത്ത്, അത് നിരോധിക്കുന്ന സമയത്ത്, അത് വെട്ടിക്കളയുന്ന സമയത്ത്, സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിക്കണം കേട്ട കുട്ടികളെ, ഇപ്പൊ നമ്മുടെ നാട്ടില് സിനിമ ഇറക്കി കഴിഞ്ഞാൽ അത് വെട്ടിക്കളയാൻ പറയുന്ന അവസ്ഥയിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് രാഷ്ട്രീയം സംസാരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതൊരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് വേടന്റെ മുന്നിലുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും.
എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ഒരു ആളായതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലൊരു കേസ് വന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഏഷ്യാനെറ്റാണ് ശക്തമായിട്ട് വേടനെ കേസിൽ കുരുക്കി ഒക്കൂ എന്ന രീതിയിലൊക്കെ വരുന്നത്. അപ്പോഴാണ് നമ്മൾ ഏഷ്യാനെറ്റ് ഇപ്പോഴത്തെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ ഇപ്പോഴത്തെ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിട്ട് അധിക നാളുകളായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അങ്ങനെ അധിക നാളുകളായിട്ടില്ലാത്ത ഈ ഒരു സമയത്ത് തന്നെയാണ് വേടന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നത്. തീർച്ചയായിട്ടും അത് BJPക്കാരെ ചൊടിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയൊക്കെ വന്നത് എന്ന ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് എന്തായാലും കേസ് കറങ്ങി തിരിച്ച് അവസാനം സുരേഷ് ഗോപി ചേട്ടന്റെ നെഞ്ചത്തേക്ക് വന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിലേക്ക് പൂരപ്പറമ്പിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുലിപ്പല്ല്, എനിക്ക് പോലും ഓർമ്മയുണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പുലിപ്പല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലതും കാണിച്ചു വരും. അതിന്റെ ചുറ്റും ചില എന്താ പറയാ ചില തോലൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടെന്നായിരിക്കും. ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നത് ഇത് ആടിന്റെ കൊമ്പാണടാ, ഇത് ആടിന്റെ പല്ലാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജന്തുവിന്റെ കൊമ്പാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്കത് അതിന്റെ തുക എന്ന് പറയുന്നത് വലിയ വലിയ പൈസയാണ് അവർ പറയുക. നമുക്ക് ആ ചെറുപ്പ കാലഘട്ടത്തില് ഈ പറങ്കിയ മാങ്ങയുടെ അണ്ടിയൊക്കെ മറ്റും വിറ്റിടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് പുരപ്പറമ്പിൽ പോകുന്ന നമുക്കൊന്നും അത്ര വലിയ പുലിപ്പല്ലൊന്നും വാങ്ങിച്ചു കൂട്ടുക അത് നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. അതിൽ ഇതൊക്കെ കാണുക എന്ന് പറയുന്ന പ്രവൃത്തി മാത്രം ചെയ്യും. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുലിപ്പല്ലാന്ന് പറഞ്ഞിട്ട് സ്വർണം കെട്ടിയിട്ടും വെള്ളി കെട്ടിയിട്ടൊക്കെ മാലിട്ട് നടക്കുന്ന എത്ര ആയിരക്കണക്കിന് ആളുകളെ കാണാം. ഇവരൊക്കെ നെഞ്ചത്തേക്ക് കയറിയിട്ട് അന്വേഷണം നടത്തേണ്ടതില്ലേ? അറ്റ്ലീസ്റ്റ് ഇത് വളരെ വ്യക്തമായിട്ടും ആ 2 പുലിപ്പല്ല്, നമ്മുടെ ഈ വേടൻ ഒരൊറ്റ പുലിപ്പല്ലാണ് ധരിച്ചതെങ്കിൽ 2 പുലിപ്പല്ലെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു മാല ധരിച്ചുകൊണ്ടാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ സഞ്ചരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ബാക്കി നമുക്കൊന്ന് കേട്ടുവെക്കാം. ദൃശ്യങ്ങളിൽ നമുക്ക് ിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ 2 യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയില്ല, ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ വരില്ലേ? അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല, അതല്ലെങ്കിൽ പുലിനഖം. ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. നിലവിൽ വനവന്യജീവി നിയമം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല. അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ്, അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ്. യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാണ്. ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് പുലിനഖമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് സുരേഷ് ഗോപി വ്യക്തമാക്കിയാൽ മതി. അതാണ് ഇപ്പോൾ DGPക്ക് ഒരു പരാതിയായിട്ട് വന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനൊരു പരാതിയുമായി INTUCയുടെ ഒരു നേതാവ് ഇപ്പോൾ DGPയെ സമീപിച്ചിരിക്കുന്നത്. അടിപൊളി എന്ന് മാത്രമേ എനിക്കിതിനെ പറ്റി പറയാനുള്ളൂ. എന്തായാലും ഇതിന് ഉത്തരം നൽകുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മാന്യദേഹം തന്നെയാണ്, ആ നമ്മുടെ കേന്ദ്രമന്ത്രി തന്നെയാണ് ഇതിന് ഉത്തരം നൽകേണ്ടത്. കാരണം എന്റെ ചോദ്യം ഒന്നുകൂടിയുണ്ട്. ഇത് ഇനിയിപ്പോ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കിടക്കുന്നത് യഥാർത്ഥത്തെ പുലിനഖമോ പുലിപ്പല്ലോ ആണ് എങ്കിൽ അത് അദ്ദേഹത്തിന് അങ്ങനെ ധരിക്കാൻ വേണ്ടി മുൻകൂട്ടി ഇങ്ങനെ വൈൽഡ് ലൈഫ് ആക്ടിന്റെ പ്രകാരം ഇദ്ദേഹം അനുമതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. മോഹൻലാലൊക്കെ അങ്ങനെ രക്ഷപ്പെട്ട് നടക്കുന്നു എന്ന് അപ്പൊ നമുക്ക് കേൾക്കുന്നത്. ആയിക്കോട്ടെ, എന്തൊക്കെയായാലും അത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടപ്പോൾ ഫേസ്ബുക്കിലടക്കം എൻ്റെ പ്രിയ സുഹൃത്തുക്കളൊക്കെ പലവിധ തെറിവിളികളുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചത്, ഇപ്പോൾ ഇങ്ങനെ വേടൻ ഈ വലിയ കുറ്റകൃത്യം ചെയ്തു എന്ന രീതിയിൽ, അതും പുലിയെ വേട്ടയാടി പിടിച്ച് അതിന്റെ പല്ല് വറച്ചെടുത്ത് അത് തൃശ്ശൂരിൽ കൊണ്ടുവന്നിട്ട് വെള്ളി കെട്ടി കഴുത്തിലിട്ട് അണിഞ്ഞ് നടക്കുന്നു എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത് ഇങ്ങനെ പോലീസ് ജീപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന രീതിയിൽ നടക്കേണ്ടി വന്നിട്ടുണ്ടോ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്? ഇനി അങ്ങനെ തന്നെ ഒരു പുലിനഖമോ അല്ലെങ്കിൽ പുലിനഖവോ അല്ലെങ്കിൽ പുലിപ്പല്ലോ ആണ് സുരേഷ് ഗോപി ചേട്ടൻ അണിഞ്ഞിട്ടുള്ളതെങ്കിൽ ഇങ്ങനെ വേടം നടക്കുന്നത് പോലെ, വേടൻ ഇപ്പോൾ കറങ്ങി ഓരോ പോലീസ് സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്ന പോലെ ഇങ്ങനെ നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് സുരേഷ് ഗോപി ചേട്ടൻ കൂടി വരുമോ എന്നുള്ള സാമാന്യ ഒരു മലയാളിയുടെ ചോദ്യം മാത്രമാണ് ഞാനും ചോദിച്ചു പോകുന്നത്. നടക്കേണ്ടി വരുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് ഇത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുടെ സുഹൃത്തുക്കളെ, ബൈ.